നമസ്കാരം. ഒരു കള്ളൻ ആരെയൊക്കെ കൊള്ളയടിച്ചും എന്തെല്ലാം മോഷ്ടിച്ചും പണമുണ്ടാക്കിയാലും അവന് വിലയുള്ള ഒരു നാടാണ് കേരളം. രാഷ്ട്രീയക്കാരും പോലീസ് മേധാവിമാരും ഉദ്യോഗസ്ഥ വൃന്ദവുമൊക്കെ അമേദ്യത്തിൽ ഈച്ചയാർക്കുന്നത് പോലെ ആ കള്ളന് ചുറ്റും നടക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോടിക്കണക്കിന് രൂപയുടെ മരം മോഷ്ടിച്ചു വിറ്റ് കോടീശ്വരന്മാരായി റിപ്പോർട്ടർ ചാനൽ വിലയ്ക്ക് വാങ്ങിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പോഴും ആൾക്കാരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആന്റോ അഗസ്റ്റിനും അയാളുടെ സഹോദരന്മാരും. കുഞ്ഞിക്കൂനൻ സിനിമയിൽ ദിലീപ് സ്വയം വിമൽകുമാർ എന്ന് വിളിക്കുന്നത് പോലെ അവർ സ്വയം വിളിക്കുന്നത് അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്നാണ്. പഴയതൊക്കെ ഇപ്പോഴും ഓർക്കുന്ന നാട്ടുകാരുടെ മനസ്സിൽ അഗസ്റ്റിന്റെ ആൺമക്കൾ ഇപ്പോഴും മരം കള്ളന്മാർ തന്നെയാണ്. എത്ര കാലം കഴിഞ്ഞാലും അതിനൊരു മാറ്റമുണ്ടാകാനും പോകുന്നില്ല. ചിലർ ജന്മന കള്ളന്മാരാണ്. അവർ എന്തു ചെയ്താലും അതിനൊരു കള്ളത്തരം കാണും. കേരളത്തിൽ ഫുട്ബോൾ താരം മെസ്സിയെ കൊണ്ടുവരുന്നതിന്റെ സ്പോൺസർ റിപ്പോർട്ടർ ചാനലായിരുന്നു എന്നാണ് പുറത്തറിയുന്ന വിവരം. അതായത് നിരവധി കേസുകളിൽ എന്നുവെച്ചാൽ 3 ദിവസം വരെ ചാർജ് നിൽക്കുന്ന മാംഗോ ഫോൺ വിപണിയിൽ ഇറക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് വ്യാജരേഖയുണ്ടാക്കി എറണാകുളം ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് 2,68,00,000 രൂപയും SBTയിൽ നിന്ന് 13 കോടി രൂപയും തട്ടിയെടുത്തവരാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഇന്നത്തെ ഉടമസ്ഥരെന്ന് അവകാശപ്പെടുന്ന അഗസ്റ്റിനും കൂട്ടരും. മാത്രമല്ല, കോടികളുടെ മുട്ടിൽ മരമുറി കേസിലും പ്രതികളായിട്ടുള്ള ഇവരെയാണ് സംസ്ഥാന സർക്കാർ സ്പോൺസറായി തിരഞ്ഞെടുത്തത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PK ഫിറോസ് പറയുന്നത് ട്രീ കട്ടിംഗ് ബ്രദേഴ്സിനെതിരെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ മാത്രം 11 കേസുകൾ ഉണ്ടെന്നാണ്. തീർന്നില്ല, പോലീസിന്റെ റൗഡി ലിസ്റ്റിൽപ്പെട്ടവരാണ് ഇവരെന്നും ഫിറോസ് ആരോപിക്കുന്നുണ്ട്. എന്തായാലും മെസ്സി കേരളത്തിലെത്തില്ലെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. അതിന് പ്രധാന കാരണം ആന്റോ അഗസ്റ്റിന്റെ തള്ളായിരുന്നു. ഇപ്പോൾ അത് ശരിയാവുകയും ചെയ്തു. നമുക്കറിയാം വയനാട് ദുരന്തം. ഈ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സ്ഥലവും വീടും നൽകുമെന്നും ദുരന്തഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നൊക്കെ അന്ന് ആന്റോ അഗസ്റ്റിൻ തള്ളിയിരുന്നു. ട്രീ കട്ടിംഗ് ബ്രദേഴ്സിനെ അറിയാവുന്ന എല്ലാവർക്കും അന്നേ അറിയാമായിരുന്നു ഇതൊരു ഉടായിപ്പാണ്, ഒരു ചുക്കും നടക്കില്ലെന്ന്. ആളുകൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ചുക്കും നടന്നതുമില്ല. അതിന്റെ പേരും പറഞ്ഞ് സ്വന്തം ചാനലിൽ വന്നിരുന്ന് എത്ര ദിവസമാണ് തള്ളിയത്. തുടക്കം മുതൽ തന്നെ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞിരുന്നത് ലോകകപ്പ് വിജയിച്ച അർജന്റീന ടീം നവംബറിൽ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളിക്കുമെന്നായിരുന്നു. ഇന്നലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അർജന്റീന ഫുട്ബോൾ ടീമും ലയണൽ മെസ്സിയും വരില്ലെന്ന് ആന്റോ അഗസ്റ്റിൻ അറിയിച്ചത്. ഫിഫയിൽ നിന്നുള്ള അനുമതി കിട്ടാത്തതാണത്രേ കാരണം. എപ്പോൾ കളിക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്നും ആന്റോ തട്ടിവിടുന്നുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നും, ഇനിയിപ്പോ മെസ്സി എങ്ങാനും ഇയാളുടെ കുഞ്ഞമ്മയുടെ മോനാണോ? ഇങ്ങനെ ന്യായമായും ആരെങ്കിലും സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. ഏകദേശം 13 ലക്ഷം രൂപ പൊതു ഖജനാവിൽ നിന്ന് മുടക്കിയിട്ടാണ് കായിക മന്ത്രി V അബ്ദുറഹ്മാനും സംഘവും സ്പെയിനിലേക്ക് പോയത്. ഈ 13 ലക്ഷം രൂപ ഇവിടുത്തെ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് പലവിധ നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പൈസയാണ്. അല്ലെങ്കിൽ തന്നെ വിദ്യാഭ്യാസവും ആഭ്യന്തരവും ആരോഗ്യവും റോഡുകളും അടക്കമുള്ള സകല മേഖലകളും തകർന്നടിഞ്ഞു കിടക്കുന്ന കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവന്നിട്ട് എന്തു കാര്യം? ഇവരോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ, അയ്യോ മെസ്സിയെ കൊണ്ടുവന്ന് കളിപ്പിക്കണേ, ആ കളി ഞങ്ങൾക്കൊന്ന് കാണണമേ എന്ന്? ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയത്? മെസ്സി കേരളത്തിലേക്ക് വരാത്തതിനെ കുറിച്ചുള്ള ചോദ്യം കേൾക്കുമ്പോഴേ കായിക മന്ത്രി അബ്ദുറഹ്മാന് തുള്ളൽ പനി പിടിച്ചതുപോലെയാണ്. സാധാരണ ശാന്ത സ്വഭാവിയായ അദ്ദേഹം വല്ലാതെ കലിതുള്ളുന്നു. ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മൈക്കൊക്കെ തട്ടിമാറ്റിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. എന്തായാലും മെസ്സിക്ക് പകരം അബ്ദുറഹ്മാൻ പുതിയ ഒരാളിനെ ഇറക്കിയിട്ടുണ്ട്, സൽമാൻ ഖാൻ. ഫുട്ബോളും സൽമാൻ ഖാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കോഴിക്കോട് സ്റ്റേഡിയത്തിലെ ബൈക്ക് റേസ് ഉദ്ഘാടനത്തിന് സൽമാൻ ഖാനെ കൊണ്ടുവരുമെന്നാണ് അബ്ദുറഹ്മാൻ ഇപ്പോൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയാണ്. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ഞച്ചൻ എന്ന കഥാപാത്രത്തിന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനത്തിനായി സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കൊണ്ടുവരുമെന്ന് കുഞ്ഞച്ചൻ വീമ്പിളക്കുന്നു. സാധാരണക്കാരായ ആ പാവം നാട്ടുകാരാകട്ടെ കുഞ്ഞച്ചന്റെ വീരവാദം വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ കുഞ്ഞച്ചൻ മോഹൻലാലിനെ ക്ഷണിച്ചിട്ടുമില്ല, ക്ഷണിച്ചാലൊട്ട് മോഹൻലാൽ വരികയുമില്ല, മോഹൻലാൽ ഇക്കാര്യം അറിഞ്ഞിട്ടുമില്ല. ഒടുവിൽ മോഹൻലാലിന് പകരം അവസാന നിമിഷം കൃഷ്ണൻകുട്ടി നായർ അവതരിപ്പിച്ച പച്ചക്കുളം വാസുവിനെ കൊണ്ടുവരുന്നു. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് കുഞ്ഞച്ചൻ തങ്ങളെ തേയ്ക്കുകയായിരുന്നു എന്ന്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇതും. എന്തൊക്കെ ബഹളമായിരുന്നു ട്രീ കട്ടേഴ്സും സംഘവും. റീൽസ് ഇടുന്നു, ഷോർട്സ് ഇടുന്നു, ആകെ ബഹളം. 130 കോടി രൂപ താൻ ഇതിനു വേണ്ടി ചെലവാക്കിയെന്നാണ് ആന്റോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ 130 കോടി രൂപ? ഇനി കള്ളനോട്ടെങ്ങാനും അടിക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം പറയുന്നത് ആന്റോയാണ്. ഇനി അങ്ങനെ നോട്ടടിച്ചാലും അത് ചാക്കിൽ കെട്ടി കപ്പലിൽ കയറ്റി മെസ്സിക്ക് കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് കള്ള. 130 കോടി രൂപ കൊടുത്തത് കൊണ്ട് കേരളത്തിൽ വരാതെ മെസ്സി ലോകത്ത് എവിടെയെങ്കിലും കളിച്ചാൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി, അതിന് താൻ സമ്മതിക്കില്ലെന്നൊക്കെയാണ് ഇടയ്ക്ക് തള്ളുന്നത് കേട്ടത്. 70 കോടി സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനായി ചെലവാക്കിയെന്നാണ് ആന്റോ അവകാശപ്പെടുന്നത്. എന്നാൽ സ്റ്റേഡിയത്തിന്റെ ഇന്നത്തെ സ്ഥിതി മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. മലയാളത്തിൽ ആളുകൾ കാണുന്ന രണ്ടാമത്തെ ചാനലാണത്രേ ഈ റിപ്പോർട്ടർ ചാനൽ.
അത് ഓർക്കുമ്പോഴാണ് മലയാളികളോട് സഹതാപം തോന്നുന്നത്. റിപ്പോർട്ടർ ചാനലിന്റെ MD ആണ് താനെന്ന് അവകാശപ്പെടുന്ന ആന്റോയുടെ കയ്യിൽ അതിനുള്ള യാതൊരു രേഖകളുമില്ല. ഉള്ളത് വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി കാണിക്കുന്നത് പോലെയുള്ള രേഖ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡിൽ പോലും ആന്റോ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ റിപ്പോർട്ടർ ചാനലിന്റെ MD ആകുന്നത്? കമ്പനിയുടെ രേഖകളിൽ ജോസ് കടയിൽ തട്ടിൽ എന്നയാളാണ് മാനേജിംഗ് ഡയറക്ടർ. രണ്ടാമത്തെ ഡയറക്ടർ ജോൺ എന്നയാളാണ്. പിന്നെ എങ്ങനെയാണ് ആന്റോ റിപ്പോർട്ടർ ചാനലിന്റെ MD ആകുന്നത്? പച്ചക്കള്ളമല്ലേ ഇയാൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? മുട്ടിൽ മരം മുറി കേസ് അന്വേഷിക്കുന്ന DYSP VB ബെന്നിക്കെതിരെ ഒരു സ്ത്രീ ലൈംഗിക പീഡന പരാതിയുമായി രംഗത്ത് വന്നിരുന്നല്ലോ. അതിന്റെ പിന്നിൽ ആരാണെന്നും എന്താണെന്നുമുള്ള വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പൾസർ സുനി റിപ്പോർട്ടർ ചാനലിന്റെ ഒളി ക്യാമറയിലൂടെ പുതിയ വെളിപ്പെടുത്തലുമായി വന്നതും അത് ചീറ്റിപ്പോയതും നമ്മൾ കണ്ടതാണ്. പക്ഷേ പോലീസ് യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ഇന്നു തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രസമ്മേളനത്തിൽ മനഃപൂർവ്വം ചൊറിയാനായി റിപ്പോർട്ടർ ചാനലിന്റെ 2 റിപ്പോർട്ടർമാർ വന്നിരിക്കുന്നത് കണ്ടു. ഒരാൾ റോഷിവാൽ, മറ്റേയാളെ അറിയില്ല. അവസാനം BJPയുടെ ജില്ലാ പ്രസിഡന്റായ സുരേഷിന് പറയേണ്ടി വന്നു റിപ്പോർട്ടർ ചാനലിന് മറുപടി ഇല്ല എന്ന്. ഈ റിപ്പോർട്ടർ ചാനൽ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങൾ ചില്ലറയൊന്നുമല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒന്നാമത് നഖത്തിനിടയിൽ വരെ കള്ളം, അതിൻ്റെ കൂടെ ഒരു ചാനലും കയ്യിൽ. പിന്നെ പറയണോ പൂരം? സർക്കാരിൻ്റെയും CPMന്റെയും എല്ലാ ഒത്താശകളും ഇവന്മാർക്കുണ്ട്. ഇവന്മാർക്കെതിരെയുള്ള മരം കൊള്ളക്കേസ് പോലും സർക്കാർ അന്വേഷിക്കുന്നില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ മൊട്ട അരുണിനെ ഏതെങ്കിലും പിള്ളേരുടെ അടുത്ത് പറഞ്ഞു വിട്ട് പന്തുരുട്ടാനൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ട് മെസ്സിയുടെ ജേഴ്സിയും ഇടിവിച്ച് തലയിൽ ഒരു സായിപ്പിന്റെ വിഗും വെച്ച് കളത്തിലേക്ക് ഇറക്കി വിടുക. എന്തെങ്കിലും ഒരു തീരുമാനമാകാതിരിക്കില്ല. ഒരു കാര്യം ഉറപ്പാണ്, മെസ്സി കേരളത്തിൽ വരുന്ന കാര്യത്തിലും ട്രീ കട്ടർ ആന്റോ അഗസ്റ്റിൻ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് വെറുതെയല്ല, അതിന്റെ പിന്നിൽ എന്തോ തട്ടിപ്പിനുള്ള പദ്ധതിയുമായിട്ടാണ് ആന്റോ ഇറങ്ങിത്തിരിച്ചത്. എന്തായാലും മെസ്സിയുടെ ഭാഗ്യം അങ്ങേരുടെ പേര് ചീത്തയായില്ലല്ലോ. ഇപ്പോഴും ഇവനെയൊക്കെ സഹിക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഒരു കാര്യത്തിൽ ആന്റോയെ സമ്മതിക്കാതിരിക്കാൻ തരമില്ല. 2-3 കൊല്ലം മുൻപ് സർക്കാരിന്റെ മരം വെട്ടി വിറ്റതിന് അറസ്റ്റ് ചെയ്ത് ഇടിവണ്ടിയിൽ കയറ്റി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിച്ച പോലീസ് ഏമാന്മാരെ കൊണ്ട് സാറേ സാറേ എന്ന് വിളിപ്പിച്ചല്ലോ. അങ്ങനെ നോക്കിയാൽ ആന്റോ വേന്ദ്രൻ തന്നെയാണ്. ഇനി അടുത്ത തട്ടിപ്പുമായി വരുന്ന ആന്റോയെയും കേരളം കാണും.